2 സമൂവേൽ 15-ാം അധ്യായം. അബ്സലോം ഒരു രഥത്തെയും കുതിരകളെയും 50 അകമ്പടിക്കാരെയും സമ്പാദിച്ചു. അവൻ അതിരാവിലെ നഗരവാതിൽക്കൽ വഴിയരികെ നിൽക്കുക പതിവായിരുന്നു. ആരെങ്കിലും രാജസന്നിധിയിൽ വ്യവഹാരം തീർക്കാൻ ആ വഴി വന്നാൽ അബ്സലോം അവനെ വിളിച്ച് ഏത് പട്ടണത്തിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കും. പട്ടണമേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സലോം അവനോട് പറയും, നിന്റെ കാര്യം വളരെ ന്യായമാണ്. പക്ഷേ നിന്റെ വ്യവഹാരം കേൾക്കാൻ രാജാവ് ആരെയും നിയോഗിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ന്യായാധിപനായിരുന്നെങ്കിൽ വഴക്കും വ്യവഹാരവുമുള്ള ആർക്കും എൻ്റെ അടുക്കൽ വരാമായിരുന്നു. ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കുമായിരുന്നു. ആരെങ്കിലും അടുത്ത് വന്ന് വണങ്ങാൻ ഒരുമ്പെട്ടാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബിക്കും. രാജാവിൻ്റെ തീർപ്പിനായി വന്ന എല്ലാ ഇസ്രായേലരും അബ്സലോം ഇപ്രകാരം ചെയ്തു. അങ്ങനെ അവൻ അവരുടെ ഹൃദയം വശീകരിച്ചു. 4 വർഷം കഴിഞ്ഞ് അബ്സലോം രാജാവിനോട് പറഞ്ഞു, കർത്തൃ സന്നിധിയിൽ എടുത്ത വ്രതം അനുഷ്ഠിക്കാൻ ഹെബ്രോണിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചാലും കർത്താവ് എന്നെ ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ ഹെബ്രോണിൽ അവിടുത്തെ ആരാധിക്കും എന്ന് ആരാമിലെ ഗഷൂരിലായിരിക്കുമ്പോൾ ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. സമാധാനത്തോടെ പോവുക. രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ ഹെബ്രോണിലേക്ക് പോയി. എന്നാൽ അബ്സലോം ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലേക്കും ദൂതന്മാരെ രഹസ്യമായി അയച്ചു പറഞ്ഞു, കാഹളനാദം കേൾക്കുമ്പോൾ അബ്സലോം ഹെബ്രോണിൽ രാജാവായിരിക്കുന്നുവെന്ന് വിളിച്ചു പറയുവിൻ. ജെറുസലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 200 പേർ അബ്സലോമിനോട് കൂടെ പോയിരുന്നു. അബ്സലോമിൻ്റെ ഗൂഢാലോചന അറിയാതെ ശുദ്ധഗതി കൊണ്ടാണ് അവർ പോയത്. ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്സലോം ദാവീദിൻ്റെ ഉപദേഷ്ടാവായ അഹീതോഫെലിനെ അവൻ്റെ പട്ടണമായ ഗിലോയിൽ നിന്ന് ആളയച്ചു വരുത്തി. രാജാവിനെതിരായ ഗൂഢാലോചന ശക്തിപ്പെട്ടു. അബ്സലോമിൻ്റെ സംഘം വലുതായി. ഇസ്രായേലിയർ അബ്സലോമിനോട് കൂറ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഒരു ദൂതൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് ജെറുസലേമിൽ തന്നോട് കൂടെയുള്ള അനുചരന്മാരോട് പറഞ്ഞു, നമുക്ക് ഓടി രക്ഷപ്പെടാം. അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്സലോമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. വേഗമാകട്ടെ, അവൻ നമ്മെ പിന്തുടർന്ന് നശിപ്പിക്കുകയും നഗരത്തിലുള്ള സകലരെയും കൊന്നുകളയുകയും ചെയ്യും. അവർ പറഞ്ഞു, അങ്ങയുടെ ഏതാജ്ഞയും ഈ ദാസന്മാർ നിവർത്തിക്കും. അങ്ങനെ രാജാവ് കുടുംബസമേതം പുറപ്പെട്ടു. കൊട്ടാരം സൂക്ഷിക്കാൻ 10 ഉപനാരിമാരെ മാത്രം അവിടെ നിർത്തി. രാജാവും കൂടെയുള്ളവരും ദൂരെ ഒരിടത്ത് ചെന്ന് നിന്നു. അവൻ്റെ ദാസന്മാരെല്ലാം അവൻ്റെ അരികെ കൂടെ കടന്നുപോയി. കേത്യരും ഫെലേത്യരും ഗത്തിൽ നിന്ന് അവനോട് ചേർന്ന് 600 പേരും രാജാവിൻ്റെ മുൻപിലൂടെ കടന്നുപോയി. ഗിത്യനായ ഇത്തായിയോട് രാജാവ് പറഞ്ഞു, നീ ഞങ്ങളോട് കൂടെ പോരുന്നത് എന്തിന്? തിരിച്ചു ചെന്ന് പുതിയ രാജാവിനോട് ചേർന്നുകൊള്ളുക. നീ വിദേശിയും സ്വദേശത്തു നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവനുമാണല്ലോ. ഇന്നലെ മാത്രം എത്തിയ നീ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ എന്നോടൊപ്പം അലയുകയോ? സഹോദരന്മാരെ കൂട്ടി തിരിച്ചു പോവുക. കർത്താവ് നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കട്ടെ. ഇത്തായി മറുപടി പറഞ്ഞു, മരണമോ ജീവിതമോ ആകട്ടെ, അങ്ങ് പോകുന്നിടത്തെല്ലാം ഞാനും വരുമെന്ന് കർത്താവിൻ്റെയും അങ്ങയുടെയും നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. നീയും കൂടെ പോരുക. ദാവീദ് ഇത്തായിയോട് പറഞ്ഞു. അങ്ങനെ ഗിത്യനായ ഇത്തായി തൻ്റെ സകല ആളുകളോടും കുട്ടികളോടും കൂടെ കടന്നുപോയി. ദാവീദിൻ്റെ അനുചരന്മാർ കടന്നുപോയപ്പോൾ ദേശനിവാസികൾ ഉച്ചത്തിൽ നിലവിളിച്ചു. രാജാവ് കിദ്രോൻ അരുവി കടന്നു. ജനവും അരുവി കടന്നു മരുഭൂമിയിലേക്ക് പോയി. അബിയാദറും സാദോക്കും എല്ലാ ലേവ്യരും പുറപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്നു. ജനം പട്ടണം വിട്ടുപോകും വരെ അവർ അത് താഴെ വെച്ചു. രാജാവ് സാദോക്കിനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ പേടകം നഗരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. കർത്താവിൻ്റെ പ്രീതിക്ക് ഞാൻ പാത്രമായാൽ അവിടുന്ന് എന്നെ തിരികെ വരുത്തി അവിടുത്തെ പേടകവും കൂടാരവും കാണാൻ എനിക്കിടവരുത്തും. അവിടുന്ന് എന്നിൽ പ്രസാദിക്കുന്നില്ലെങ്കിൽ ഇതാ ഞാൻ അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് പ്രവർത്തിക്കട്ടെ. രാജാവ് പുരോഹിതനായ സാദോക്കിനോട് തുടർന്ന് പറഞ്ഞു, നിന്റെ മകൻ അഹീമാസിനോടും അബിയാദാറിൻ്റെ മകൻ ജോനാഥാനോടുമൊപ്പം നീയും അബിയാദാറും സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകുക. നിങ്ങൾ വിവരം അറിയിക്കും വരെ മരുഭൂമിയിലേക്കുള്ള കടവിൽ ഞാൻ കാത്തിരിക്കും. അങ്ങനെ സാദോക്കും അബിയാദാറും ദൈവത്തിൻ്റെ പേടകം ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുപോയി. അവർ അവിടെ താമസിച്ചു. ദാവീദ് നഗ്നപാതനായ തലമുടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവനോട് കൂടെയുള്ളവരെല്ലാം തലമൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. അഹീതോഫേലും അബ്സലോമിൻ്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്നറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, അഹീതോഫേലിൻ്റെ ആലോചന വ്യർത്ഥമാക്കണമേ. മലമുകളിൽ ദൈവത്തെ ആരാധിച്ചിരുന്ന സ്ഥലത്ത് ദാവീദ് എത്തിയപ്പോൾ അർക്യനായ ഹുഷായി അങ്കി കീറിയും തലയിൽ പൂഴി വിതറിയും അവന് എതിരേറ്റു. ദാവീദ് അവനോട് പറഞ്ഞു, നീ എന്നോട് കൂടെ പോന്നാൽ അത് എനിക്ക് ഭാരമായിരിക്കും. എന്നാൽ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന്, രാജാവേ, ഞാൻ അങ്ങയുടെ ദാസനായിരിക്കും മുമ്പ് ഞാൻ അവിടുത്തെ പിതാവിനെ സേവിച്ചതുപോലെ ഇനി ഞാൻ അങ്ങയെ സേവിക്കുമെന്ന് അബ്സലോമിനോട് പറയുമെങ്കിൽ അഹീതോഫേലിൻ്റെ ആലോചനയെ പരാജയപ്പെടുത്തി എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയും. പുരോഹിതനായ സാദോക്കും അബിയാദാറും അവിടെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. കൊട്ടാരത്തിൽ കേൾക്കുന്നതെല്ലാം അവരെ അറിയിക്കുക. സാദോക്കിൻ്റെ മകൻ അഹീമാസും അബിയാദാറിൻ്റെ മകൻ ജോനാഥാനും അവിടെ അവരോടുകൂടെയുണ്ട്. കിട്ടുന്ന വിവരമെല്ലാം അവർ മുഖാന്തരം എന്നെ അറിയിക്കണം. അങ്ങനെ ദാവീദിൻ്റെ സുഹൃത്തായ ഹൂഷായി അബ്സലോം ജെറുസലേമിലേക്ക് പ്രവേശിക്കവേ പട്ടണത്തിലെത്തി. പിതാവിനും